അപ്പോൾ ഇന്ന് നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കിങ്ങനെ ആരൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ട്രഷർ ഹണ്ടിൻ്റെ ഒരു അനാലജി യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ട്രഷർ ഹണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രഷർ ഹണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ട്രഷർ ഹണ്ടൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നത്, അതായത് ട്രഷർ ഹണ്ടിൽ നമ്മൾ ഒരു ക്ലൂ ഉണ്ടാവും, ആ ഒരു ക്ലൂ വേറൊരു ക്ലൂവിലേക്ക് ലീഡ് ചെയ്യും, ആ ഒരു ക്ലൂ വേറൊരു ക്ലൂവിലേക്ക് ലീഡ് ചെയ്യും, അങ്ങനെ ഒരു ചെയിൻ ഓഫ് ക്ലൂസ് എന്ത് ചെയ്യും, ലാസ്റ്റ് ട്രഷർക്ക് ലീഡ് ചെയ്യും അല്ലേ. ഒരു ട്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ എൻഡ് പോയിൻ്റ് എന്നാണ് അതിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രഷർ കഴിഞ്ഞിട്ട് പിന്നൊരു അപ്പുറത്തൊരു ക്ലൂ ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് എന്താണ് പറയുക, നമ്മൾ സാധാരണ ഒരു ട്രഷർ ഹണ്ട് നടത്തൽ. അതേപോലെ തന്നെ ഒരു ഡാറ്റനെ ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത്, ഇതേപോലെ തന്നെ എന്നല്ല, ഈ ജസ്റ്റ് ഒരു അനാലജി മനസ്സിൽ ഓർത്ത് വെക്കുക. അതായത് ഒരു ചെയിൻ ഓഫ് ഡാറ്റനെ ഒരു ചെയിനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു ഡാറ്റ വേറൊരു ഡാറ്റയായിട്ട് കണക്റ്റഡ് ആയിട്ട് എടുക്കുക, ആ ഒരു ഡാറ്റ വേറൊരു ഡാറ്റയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചെയിൻ പോലെ അതങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. അപ്പം നമുക്ക് ഫസ്റ്റ് ആദ്യം എന്തുകൊണ്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യണമെന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്തിനിപ്പോൾ ലിങ്ക് ലിസ്റ്റ് പറയാൻ തന്നെ പോരെ, ഇപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യം എന്താണ്, എന്തിനത് യൂസ് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ലിങ്ക് ലിസ്റ്റ്? ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൂന്ന് വാല്യൂസ്, ഈ മൂന്ന് വാല്യൂസ് നമുക്ക് ഒരു അറേ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വിചാരിച്ചോ. അപ്പോൾ ഈ ഇൻ്റെ അറേ 3 = 1 2 3 അല്ല 1 3 2 എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 2 എന്ന് പറഞ്ഞിട്ട് ഈ 3 നമ്പേഴ്സ് ആയിട്ടാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ടാവും. ഇപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ 4 ബൈറ്റ്സ് അലൊക്കേറ്റ് ആയി, അത് കഴിഞ്ഞിട്ട് 4 അങ്ങനെ മൊത്തം മെമ്മറിയിൽ ഇതിങ്ങനെ അലോക്കേറ്റ് ആയിക്കിടുക. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് നമുക്കിപ്പോൾ വേറെ പുതിയൊരു നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യണം, പുതിയൊരു 100 എന്ന് പറഞ്ഞ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 100 എന്ന് പറഞ്ഞ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഈ ഒരു അറയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 100 എന്നുള്ള നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ലെറ്റ്സ് ഇവിടെ 100 ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അടുത്തത് എത്രയിലാവും നമുക്ക് പറയാൻ പറ്റും, അത് 12 പക്ഷേ 12 ഫ്രീ ആവും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് 12 എന്നുള്ള ഈ ലൊക്കേഷൻ ഫ്രീ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ അടുത്ത നെക്സ്റ്റ് ലൊക്കേഷൻ നമുക്ക് ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ലോ ലെവൽ എന്ന് പറഞ്ഞാൽ ആ ലോ ലെവലല്ല, ഈ പ്രോഗ്രാമിംഗ് ഇതിൽ ലോ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മൊത്തം അറിയാൻ വേറൊരു ലൊക്കേഷൻ, ഇതിപ്പോൾ ഈ 1000 എന്ന് പറഞ്ഞത് ജസ്റ്റ് വെറുതെ നമ്പർ പറഞ്ഞതാണ്, 1000 എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ വെറുതെ നമ്പർ പറഞ്ഞത്. അപ്പോൾ ഈ 1000 എന്ന് വേണ്ട, നമുക്ക് വേറെ ഒരു 2000 എന്നുള്ളൊരു ലൊക്കേഷനിൽ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് ഇതിനെ സ്റ്റോർ ചെയ്യും. അതായത് വേറെ എവിടെയാണ് ഫ്രീ ഉള്ളത്, ഇപ്പോൾ 4 എണ്ണം കൊള്ളുന്ന വേറെ ഏത് മെമ്മറി സ്പേസ് ആണുള്ളത്, ആ മെമ്മറി സ്പേസിലേക്ക് ഇപ്പോൾ 100 ആണെങ്കിൽ ഈ 100 കൂടി കൂട്ടിയിട്ടുള്ളതിനെ അവിടെ കൊണ്ടുവിടും. അതായത് 2000 ആവും, 2004 ആവും, 2008 ആവും, ജസ്റ്റ് വെറുതെ നമ്പർ പറഞ്ഞുള്ളൂ. ഇത് വേറെ ഏതാണ് ഫ്രീ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം അങ്ങനെ അറിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര സ്ലോ പ്രോസസ്സ്. അതിപ്പോൾ 4 എണ്ണമുള്ളതുകൊണ്ട് ഇങ്ങനെ നേരെ കുറച്ചൊരു കുറേ മെമ്മറി ഉണ്ട്, കുറേ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചോ. കുറേ വാല്യൂസ് ഉണ്ട്, ഇത് മൊത്തത്തിൽ എല്ലാത്തിനും എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രാക്ടിക്കലാണ്. അത് പ്രാക്ടിക്കലല്ല. വേറൊരു വിഷയം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 1 3 2 ഈ 3 വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഇതൊരു അറേ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ 3 വാല്യൂസും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് മെമ്മറിയിലേക്കാണ്. സ്റ്റാക്ക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലിഫോ മോഡലുണ്ടാവും. ലിഫോ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് വെക്കണ പോലെ, ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വേറെ പ്ലേറ്റ്, അതിൻ്റെ മുകളിൽ വേറെ പ്ലേറ്റ്, നമ്മൾ സാധാ പ്ലേറ്റ് വെക്കും ഇങ്ങനെ സ്റ്റാക്കായിട്ട്. അപ്പം അങ്ങനെ പ്ലേറ്റ് വെക്കുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അത്രയും പൈൽ ഓഫ് പ്ലേറ്റിൽ നിന്ന് നമുക്ക് അടിയിലത്തെ പ്ലേറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണെന്നല്ല, അതെടുത്തു കഴിഞ്ഞാൽ അറിയില്ല, അത് വീഴും. പക്ഷേ മുകളിലത്തെ പ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുകളിലത്തെ പ്ലേറ്റ്, അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വെച്ച പ്ലേറ്റ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഈ അറയിൽ ഒരു വാല്യൂ കളയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റത്തെ വാല്യൂ ആവും കളയുക.
അപ്പോൾ അങ്ങനെയാണ് സ്റ്റാക്ക് മെമ്മറി വർക്ക്. അപ്പോൾ സ്റ്റാക്ക് മെമ്മറിയിലാണ്, പക്ഷെ അതല്ല ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാക്ക് മെമ്മറിയിൽ നമ്മൾ ഈ ഒരു വാല്യൂസിന് സ്റ്റാക്ക് മെമ്മറിയിലേക്ക് ഇടുമ്പോൾ, അതായത് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സ്റ്റാക്ക് മെമ്മറിയിലേക്കാണ് പോവുക. അപ്പോൾ സ്റ്റാക്ക് മെമ്മറിയിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് മെമ്മറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാല്യൂ കഴിഞ്ഞാൽ അടുത്ത വാല്യൂ അങ്ങനെയായിട്ടൊക്കെ എടുക്കുക. പക്ഷെ അത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഡൈനാമിക് ഡാറ്റ ആവശ്യമാണ്. ഡൈനാമിക് ഡാറ്റ പറഞ്ഞാൽ അത് നമുക്ക് അറിയില്ല, അത് വലുതാവോ ചെറുതാവോ, അത് ഇത്ര വാല്യൂ വരുമോ അല്ലെങ്കിൽ ഇത്ര സൈസ് വരുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കോഡിങ് ചെയ്ത് നമുക്കറിയണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ കുറേണ്ട് വലിയൊരു അറേനെ ഡിഫൈൻ ചെയ്യും. അത് 100 സൈസ് അറേ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കളിക്കും. നമ്മളിപ്പോൾ സ്റ്റാക്കൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്താണ് പറയുക ലിങ്ക് ലിസ്റ്റൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വലിയൊരു അറേ ഡിഫൈൻ ചെയ്തിട്ട്, കാരണം നമുക്കറിയില്ല അത് സൈസ് എത്രയാവുന്നത്. അപ്പോൾ അറേ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി പറഞ്ഞാൽ വലിയൊരു സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ 100, 1000 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ കോഡിങ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും. ഡൈനാമിക് ആയിട്ടുള്ള മെമ്മറിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്യേണ്ട, എത്രയാണ് ഇതിൻ്റെ മെമ്മറി സൈസ് അതൊന്നും ഡിഫൈൻ ചെയ്യേണ്ട. അതൊക്കെ അങ്ങനത്തെ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹീപ്പ് മെമ്മറി. ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് മെമ്മറിയാണ്. അത് നമ്മുടെ റൺ ടൈമിലാണത് എന്താണ് പറയുക, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ റൺ ടൈമിലാണ് അത് ഇനീഷ്യലൈസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിത് ഇവിടെ ഇതാണ് ഹീപ്പ് മെമ്മറി. ഇതിപ്പോൾ ഹീപ്പ് മെമ്മറി എന്ന് വിചാരിച്ചോ. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഒരു 10 വാല്യൂസ് ആഡ് ചെയ്യണം. നമ്മളൊരു വാല്യൂ ഇവിടെ ആഡ് ചെയ്ത്, ഒരു വാല്യൂ ഇവിടെ ആഡ് ചെയ്ത്, ഒരു വാല്യൂ ഇവിടെ ആഡ് ചെയ്ത്, ഒരു വാല്യൂ ഇവിടെ ആഡ് ചെയ്ത്, അങ്ങനെ നമുക്ക് 10 വാല്യൂസ് അങ്ങനെ ആഡ് ചെയ്ത് പോവാം ഈ ഹീപ്പ് മെമ്മറി. പക്ഷേ സ്റ്റാക്ക് മെമ്മറിയിലാണെങ്കിൽ ഒന്നാമത്തെ ഇവിടെ, രണ്ടാമത്തതിന് ശേഷം, മൂന്നാമത്തതിന് ശേഷം, നാലാമത്തതിന് ശേഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടും കൊടുക്കുന്നത്. പക്ഷേ ഹീപ്പിലാണെങ്കിൽ അതിപ്പോൾ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥലം റെൻ്റ് എടുക്കണ പോലെ, അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലം റെൻ്റ് എടുക്കുക, നമുക്കത് ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്ലോട്ട് എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ പ്ലോട്ട് എടുത്തിട്ട് നമ്മളെ ആവശ്യം കഴിഞ്ഞാൽ റിലീസ് ചെയ്യണം അങ്ങനെ. അപ്പോൾ അതുപോലെ അതിപ്പോൾ ഓരോ ലാംഗ്വേജ് ഓരോ ഇതുപോലെ, ചില ഇതിലൊക്കെ ഗാർബേജ് കളക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്യും. അതായത് സ്ഥലം റെൻറ്റിനെടുത്തിട്ട് ആ സ്ഥലം തിരിച്ചു കൊടുക്കണ്ടേ, റെൻറ്റിനല്ല എടുത്തത്, നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്ഥലം ഇത് ജസ്റ്റ് ഇതിൽ ടെക്നിക്കൽ ടേംസിൽ പറയാതെ ജസ്റ്റ് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു, ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ശരിക്കും ഇങ്ങനെ സ്ഥലം റെൻറ്റിനെടുക്കല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അണ്ടർ ദ ഹുഡ്സ്. നമുക്ക് ലെറ്റ്സ് എന്താണ് പറയുക, ആദ്യം ഒരു 5 എണ്ണം ഉണ്ടാകുന്നത്, പിന്നെ 10 എണ്ണമായി, പിന്നെ 20 എണ്ണമായി, അങ്ങനെ കൂടി വരിക വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതില്ല, ഡൈനാമിക്കാണ്, നമുക്കറിയില്ല എത്രയാണ് പിന്നെ വരിക എന്നുള്ളതാണ്. നമുക്കറിയില്ല അതിൻ്റെ സൈസ് എത്രയാണ്, വലുതാവും ചെറുതാവും എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഒരു 10 ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡാറ്റ വിചാരിച്ചോ, 1 2 3 5 6 ഈ ഒരു ഡാറ്റനെ ഇവിടെ ആണെങ്കിൽ എങ്ങനെ സ്റ്റോർ ആവാം, 1 2 3 5 6 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ആവാം. പക്ഷേ ഇവിടെ ആണെങ്കിലോ 1 2 3 5 പിന്നെ അവിടെ 6. പക്ഷേ ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ലിങ്ക് ലിസ്റ്റ്, അതായത് ഇപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതായത് ശരിക്കും എന്താണ് ലിങ്ക് ലിസ്റ്റ്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ വാല്യൂസ്, ഇപ്പോൾ ഹീപ്പ് മെമ്മറിയിലാണെങ്കിലും ഇപ്പോൾ കുറേ വാല്യൂസ് അതിൻ്റെ ഉള്ളിലുണ്ട്. 1 2 3 4 5 അങ്ങനെ കുറേ വാല്യൂസ് അതിന് നമുക്കിങ്ങനെ ഹീപ്പ് മെമ്മറി എന്ന് നേരത്തെ സ്ഥലം റെൻ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ കുറേ വാല്യൂസ് നമ്മൾ റെൻ്റ് എടുത്ത്. പക്ഷേ ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ. ഇതിപ്പോൾ ഇവിടെ ഇതാണ് ഒരു ഹീപ്പ് മെമ്മറി എന്ന് വിചാരിച്ചോ, ഇതൊരു ഹീപ്പ് മെമ്മറി വിചാരിച്ചു, ഇതിനുള്ളിലുള്ള വാല്യൂസാണ് നമ്മുടെ ഈ 3 വാല്യൂസ്. ഇത് നമ്മൾ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കണക്ടർ വേണം. ജസ്റ്റ് അങ്ങനെ വിചാരിച്ചാൽ ഒരു കണക്ടർ വേണം. അതായത് ഈ ഒരു ഇതിൻ്റെ നെക്സ്റ്റ് ഏതാണ് ഇത്, അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പരിപാടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റനെ 2 ആയി തിരിക്കും. അതായത് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ വരുന്നത് പറഞ്ഞാൽ 2 ആയിട്ടാണ്, 2 പാർട്ട് ഉണ്ട് അതിന്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ പാർട്ട്, ഇവിടെ ഡാറ്റ ഉണ്ടാവും. അതേപോലെ തന്നെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ, ഇവിടെ ഡാറ്റ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സംഭവം പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് എന്നാൽ നെക്സ്റ്റ് ഏതാണോ ആ സംഭവം
അതായത് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു ഡാറ്റ നമ്മൾ നേരത്തെ ഇത് കണ്ടില്ലേ, നമ്മൾ അറേ കണ്ടില്ലേ, നമ്മൾ നേരത്തെ അറേ കണ്ടില്ലേ, അറേയിൽ നമ്മൾ ഇങ്ങനെ ഓരോ വാല്യൂസ് ഉള്ളപ്പോൾ ഇതൊക്കെ നെക്സ്റ്റ് ലൊക്കേഷനിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഡാറ്റ ഇപ്പം എടുക്കണമെന്ന് പറഞ്ഞാൽ 1000 വിചാരിച്ചോ, ഇത് ചിലപ്പോൾ എടുക്കണത് 2000 ഇത് ചിലപ്പോൾ 3000 ജസ്റ്റ് വെറുതെ നമ്പർ പറയാം. അപ്പോൾ ഇതുപോലെ ഉള്ള ഡാറ്റനെ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആണ് ഇവിടെയും ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പറുകൾ, ഇപ്പോൾ നമ്പർ തന്നെ ആണെന്നില്ല, ഏത് ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എന്നുള്ളത് ഇവിടെ 3, ഇവിടെ 1. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കൊടുക്കുക 2, ഇവിടെ 3, ഇവിടെ 1. പക്ഷേ ഇതിപ്പം റാൻഡമായിട്ട് ഇവിടെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ നെക്സ്റ്റ് ഈ നെക്സ്റ്റ് തമ്മിൽ ഇത് കണക്ഷൻ വേണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിൻ്ററാണ്. അപ്പോൾ ഈ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റർ ആ വാക്കിൽ തന്നെ പോയിൻ്റർ വേറെ ഒന്നിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ 2 എന്നുള്ള ഡാറ്റ അതിലുണ്ട്. അപ്പോൾ അതിന് നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ എന്താണ്, പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഡാറ്റ 3 എന്നുള്ള ഡാറ്റയാണ് അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ. അപ്പോൾ അതിവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വാല്യൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 എന്നുള്ള ഡാറ്റ, 3 എന്നുള്ളതിന് നെക്സ്റ്റ് ഏതാണ് 1 എന്നുള്ള ഡാറ്റ, അതിവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഡാറ്റയിൽ നിന്ന് നെക്സ്റ്റ് ഡാറ്റയിൽ പോയിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ യൂസ് കേസുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ലിങ്ക് ലിസ്റ്റ് ഭയങ്കര അടിപൊളി സംഭവം, ഇപ്പോൾ അറേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു യൂസ് കേസ്, അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിനൊരു യൂസ് കേസ് എന്താണ് ഇതിൻ്റെ? ഇപ്പോൾ എനിക്ക് കണക്റ്റായ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യാണ്, കാറ്റ് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ സെർച്ച് ചെയ്യാം കാറ്റ് വീഡിയോസ്. അപ്പോൾ കാറ്റ് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറേ കാറ്റിൻ്റെ കുറേ വീഡിയോസ് വരും, പൂച്ചയുടെ കുറേ വീഡിയോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് നല്ലൊരു, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ ഒരു യൂട്യൂബ് ലിങ്ക് നമ്മൾ കണ്ട്. അപ്പം ആ യൂട്യൂബ് ലിങ്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യും. അപ്പം നമുക്ക് ഈ വീഡിയോ ഒരു സുഖമല്ല, ഏതൊരു പൊട്ട പൂച്ച, ഒരു രസമില്ലാത്ത പൂച്ച. അപ്പം നമ്മൾ ബാക്ക് അടിക്കും പിന്നെയും എന്താണ് പഴയ വെബ് പേജിൽ തന്നെ വരണം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച പോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പിന്നെയും അതിൻ്റെ അടിയിൽ വേറെ വീഡിയോസ് വരും. നമുക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് പിന്നെയും നമുക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെയും നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഒരു വേറൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് പോവാം. അത് ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ അടിപൊളി പൂച്ചയുടെ വീഡിയോ കാണാം, നമുക്ക് അതിൽ പിന്നെയും പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല, നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിനി എത്ര ഫ്രണ്ടിലേക്ക് പോകും, നമ്മളിനി എത്ര ബാക്കിലേക്ക് പോകും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡൈനാമിക് ആവണം. അതായത് നമുക്ക് നേരത്തെ തന്നെ പറയാൻ പറ്റില്ല ഇയാളിനി ഈ പൂച്ചയുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ നിർത്തും, പിന്നെ അതിൻ്റെ ശേഷം അയാൾ വീഡിയോ കാണൂല, അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് ഇയാൾ ഇതിലേക്ക് പോവുള്ളൂ. അതായത് നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 ഡിഫൈൻ ചെയ്യുക, അറേ 100 എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് 100 പ്രാവശ്യം ഇയാൾ ഫ്രണ്ടിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ശേഷം അയാൾ പോവില്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 100 പ്രാവശ്യത്തിനുള്ളിൽ ഇപ്പോൾ കൊള്ളണ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും എന്താണ് പറയുക, സ്പേസ് എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ അതൊന്നും മെമ്മറി എഫിഷ്യൻ്റ് അല്ല. അതൊന്നും അതിനായിട്ട് കുറച്ചൊരു അടിപൊളി അല്ലെങ്കിൽ കുറച്ചൊരു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക് ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആദ്യം അയാൾ ഗൂഗിൾ എടുത്ത്, എന്നിട്ട് നെക്സ്റ്റ് അയാൾ പിന്നെ അതെടുക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നെക്സ്റ്റ് വെബ് പേജ് ഏതാണോ അതിലേക്ക് ഉള്ള നോഡ് നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത യൂട്യൂബ് എടുത്ത്, അപ്പോൾ അതിലേക്കുള്ള നോഡ് നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അയാൾ വേറെ സാധനം എടുത്ത് അതിലേക്കുള്ള നോഡ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ ട്രാവേഴ്സ് ചെയ്താൽ മതി. ബാക്കിലേക്ക് പോവും പിന്നെയും ബാക്കിലേക്ക് പോവും. അങ്ങനെ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും, സിമ്പിളായിട്ട് ബാക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ യൂസ് കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും വേറെ യൂസ് കേസുകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ യൂസ് കേസ് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അടുത്തത് പറഞ്ഞാൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഒരു ലിങ്ക് ലിസ്റ്റിൽ ഹെഡും ഉണ്ടാവും, അതുപോലെ ടെയിലും ഉണ്ടാവും. ഇതാണ് ഹെഡ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് ഇതിന് സ്റ്റാർട്ടിങ് പോയിൻ്റ് നമുക്ക് വേണം. അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ
ഈ ഒരു നോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹീപ്പ് മെമ്മറിയിൽ കുറേ നോഡായിട്ട് കിടക്കുകയാണ്, കുറേ നോഡുകളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ തമ്മിലാണ് കണക്ഷൻ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ കോഡിങ് റൗണ്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് കൊടുക്കും, ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു സാധനം കൊടുക്കും, ഫസ്റ്റത്തെ ഈ ഒരു സാധനം കൊടുക്കും. ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് അവർക്ക് ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കിട്ടും, ബാക്കിയുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഫസ്റ്റാണ് നമ്മൾ കൊടുക്കുക, എപ്പോഴും ഹെഡാണ് നമ്മൾ കൊടുക്കുക. പക്ഷേ നേരെ വെച്ചാൽ അറയിലാണ് നമ്മൾ മൊത്തം അറയായിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടത്, അറയിലൊക്കെ ആണെങ്കിൽ, കാരണം അത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് സിമ്പിളായി കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ഹെഡാണ് കൊടുക്കുക. ഈ ഹെഡ് ഒരിക്കലും മാറില്ല, നമ്മൾ ഹെഡ് വെച്ചിട്ട് ഒരിക്കലും കളിക്കുകയും ചെയ്യില്ല. അതായത് ഹെഡ് ഒരിക്കലും നമ്മൾ മൂവ് ചെയ്യുക, ഹെഡ് വെച്ച് ട്രാവേഴ്സ് ചെയ്ത് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതിനൊക്കെ നമ്മൾ വേറെ ടെമ്പററി വേരിയബിൾസ് അങ്ങനെ എന്തൊക്കെ പരിപാടികൾക്ക് യൂസ് ചെയ്യും. നമുക്കിത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്, കാരണം സ്ട്രക്ചർ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ 2 വാല്യൂസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഇപ്പോൾ ലെറ്റ്സ് ഇൻറ്റീജറാണെന്ന് വിചാരിച്ചോ, ഒരു ഇൻറ്റീജറും ഉണ്ട്, ഒരു പോയിൻ്ററും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റീജർ 10 എന്ന് പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, അതായത് നമുക്ക് 2 കൂടി ഒരുമിച്ച് ഡിഫൈൻ ചെയ്യണം. അങ്ങനത്തെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടോ? ഒരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറും അതേപോലെ തന്നെ ഒരു പോയിൻ്ററുമാണ്. അപ്പോൾ ആ 2 കൂടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല, അങ്ങനത്തെ ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കണം, കാരണം അത് ഇതിലില്ല, സീലോ ഏത് ലാംഗ്വേജിൽ അങ്ങനെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല, സീലില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അതായത് 10 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ ഇൻറ്റീജറും അതേപോലെ തന്നെ അതിൻ്റെ പോയിൻ്ററും കൂടിയിട്ട് ഒരുമിച്ച് സ്റ്റോർ ചെയ്യണ ഇൻറ്റ്, ക്യാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കും, അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കും, ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം നമ്മൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഈ സ്ട്രക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയതായി ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ പേരാണ് നോഡ്. കാരണം നോഡാണല്ലോ നമ്മൾ യൂസ് ചെയ്യണം, നോഡ്. എന്നിട്ട് അതിൽ എന്തൊക്കെയുള്ളത്, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നമ്പർ, നമ്മുടെ ഈ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റ് ഡാറ്റ വേണം, അത് 2 സാധനങ്ങളുള്ള, ഒന്ന് ഡാറ്റ, രണ്ടാമത്തത് നമ്മുടെ പോയിൻ്റർ നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഇനി നമുക്കിതിലൊരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ വേണം, ഇത് വായിക്കാൻ പറ്റണമെന്ന് അറിയില്ല. ഓക്കെ, നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ ഫംഗ്ഷൻ്റെ പേരാണ് നോഡ്, കാരണം അതേ പേരാണല്ലോ നോഡ് ഇൻറ്റ് ഡാറ്റ 1 നോഡ് സ്റ്റാർ നെക്സ്റ്റ് 1. എന്നിട്ട് അതിൽ ഫസ്റ്റ് ഡാറ്റ 1 നെക്സ്റ്റ് 1. അതായത് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അതേ വാല്യൂവിലേക്ക് തന്നെ ഇത് പോകും. ഇത് ആ ഒരു മോഡലിലുള്ള ഒരു വാല്യൂ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ.